ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ ചെറിയ സയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സയൻസ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പറ്റുന്നില്ല, 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, 2 ചില്ലിൻ്റെ ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ചില്ലി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന പറ്റുന്നില്ല, നമ്മൾ 2 ചില്ലി ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നിറച്ചും അല്ലാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ 2 ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഇത്രത്തോളം വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിറച്ചും എടുത്തിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണെന്നുള്ള വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് എടുക്കുന്ന മറ്റൊന്നുമില്ല, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. 2 സാധാരണ കോഴിമുട്ട എടുത്തു. അതിലൊരു കോഴിമുട്ട നമ്മൾ ഇനിയിപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളം എടുത്ത് വെച്ച ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. പതിയെ ഇട്ട് കൊടുക്കുക, പൊട്ടാതെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കോഴിമുട്ട അടിയിലേക്ക് പോയത്. ഇതിങ്ങനെ താഴത്തേക്ക് പോകേണ്ടായ കാരണം വെച്ചാൽ നമ്മുടെ കോഴിമുട്ടയ്ക്ക് ഭാരം കൂടുതലും അതിൽ വെള്ളത്തിന് ഭാരം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കോഴിമുട്ട അടിയിൽ പോയി കിടക്കാണ്ടായ കാരണം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അടിയിൽ തന്നെ ഇരിക്കുന്നത് നമ്മുടെ കോഴിമുട്ട. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വേറെ ഗ്ലാസ്സിൽ എടുത്ത് വെച്ച ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ്, ഇത് പൊടിയുപ്പാണ്, നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളൊന്ന്. ഇനി ഈ പൊടിയുപ്പ് ഇട്ട് ഇളക്കിയ വെള്ളം, അതായത് ഉപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച കോഴിമുട്ടയിൽ ഒരു കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ കോഴിമുട്ട പൊന്തി കിടക്കുന്നത് കണ്ടോ? വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കാരണം മറ്റൊന്നല്ല, നമ്മുടെ വെള്ളത്തിന് ഡെൻസിറ്റി കൂടി, അതായത് നമ്മൾ ഭാരം കൂടി. ഉപ്പിട്ട സമയത്ത് വെള്ളത്തിന് ഭാരം കൂടി, അപ്പോൾ കോഴിമുട്ടയേക്കാൾ കൂടുതൽ ഭാരം നമ്മുടെ വെള്ളത്തിന് വന്നു ഉപ്പിട്ട സമയത്ത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ കോഴിമുട്ട ഇവിടെ പൊന്തി കിടക്കുന്നത്. ഫ്രണ്ട്സ്, ഇതുകൊണ്ടാണ് നമ്മുടെ സാധാരണ വെള്ളത്തിലിട്ടപ്പോൾ കോഴിമുട്ട താന്നു പോകാനും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലിട്ടപ്പം കോഴിമുട്ട പൊന്തി കിടക്കാനുണ്ടായ കാരണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് മറ്റൊന്നല്ല, നമ്മൾ കോഴിമുട്ട ഒരിക്കലും കുത്തനിരിക്കില്ല, ഇതേപോലെ പരന്നിട്ടേ ഇരിക്കുകയുള്ളൂ എപ്പോഴും. കാരണം കോഴിമുട്ട ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് കോഴിമുട്ട ഇതേപോലെ ഇരിക്കാത്തത്, നമ്മൾ ഇതേപോലെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കോഴിമുട്ട എങ്ങനെ ഇരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിമുട്ട അതേപോലെ നിർത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് പൊടിയുപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടിയുപ്പ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് നിർത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിമുട്ട വെറുതെ വെച്ചിട്ട് ഇതേപോലെ നിർത്താൻ പോവുകയല്ല, നമ്മളിതിൻ്റെ ചുറ്റുള്ള ഉപ്പുകളൊക്കെ ഊതി കളഞ്ഞിട്ട് ഊതി നമ്മൾ കളയും. അതിനുശേഷം എത്ര തരി ഉപ്പിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കോഴിമുട്ട ഇരിക്കുന്നതെന്ന് കൂടി ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യണം നമ്മൾ. ഗൈസ്, അങ്ങനെ നമ്മൾ ചുറ്റുള്ള ഉപ്പൊക്കെ ഊതി കളഞ്ഞു. ഇനി നമുക്ക് എത്ര തരി ഉപ്പിൻ്റെ മുകളിലായിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കോഴിമുട്ട എടുത്തിട്ട് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കണ്ടോ? കുറച്ച് തരി ഉപ്പിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ കോഴിമുട്ട, ഇത്രയും വലിയൊരു കോഴിമുട്ട ഇവിടെ ഇരുന്നിരുന്നത്. കാരണം അതിൻ്റെ ബാലൻസ് ചെയ്ത് നിർത്തിയത് ആ ചെറിയ തരി ഉപ്പുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു സയൻസ് എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒരിക്കലും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.